ഗുഡ് മോർണിംഗ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ചെറിയ നമ്മുടെ നോർമൽ ഡേയ്സ് ചെറിയ പരിപാടികൾ അങ്ങനെ എന്തുവാ നമ്മൾ പുതിയ വാഷിംഗ് മെഷീൻ എടുത്തു. കയാക്കിങ്ങിനും പരിപാടിക്കും പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതെല്ലാം അടങ്ങുന്ന ഒരു നല്ലൊരു വ്ളോഗായിരിക്കും. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഈ 5:30 അലാറമൊക്കെ വെച്ചിട്ട് പോണ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇതിൽ നമ്മൾ എമ്പുരാനാണ് നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിലും എമ്പുരാനല്ല, ശരിക്കും നമ്മുടെ നാളത്തെ ദിവസം ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കാനാണ് നമ്മളെ പരിപാടി. സോ രാവിലെ തന്നെ ജിമ്മിൻ്റെ ഒരു പരിപാടിയുണ്ട്. ഞാനിവിടെ ഹലോ ഗൈസ്, കുറേ നാളെയല്ലേ നമ്മൾ കണ്ടിട്ട്. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ അല്ല ആക്ച്വലി ഇപ്പം ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്യണത്. നാളെ രാവിലെ തൊട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു കയാക്കിങ്ങിനും പരിപാടിക്കും പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. നമ്മളെ ജിമ്മിൽ നിന്ന് തന്നെ പോകുന്നതാണ്. നമ്മുടെ ജിമ്മിൽ ഇങ്ങനെ സാറ്റർഡേയ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസും പരിപാടിയൊക്കെ അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാളെ രാവിലെ 6 മണിക്ക് കയാക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ നമ്മുടെ നോർമൽ ഡേയ്സ് ചെറിയ പരിപാടികൾ അങ്ങനെ. അപ്പോൾ അതെല്ലാം അടങ്ങുന്ന ഒരു നല്ലൊരു വ്ളോഗായിരിക്കും. സോ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് പൊളിക്കണം. അപ്പം ഞാൻ അലാറമൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ എണീറ്റ് പോവാം. അറിയാലോ നിങ്ങൾക്ക്, 6 മണി എന്ന് പറയുന്നത് നമ്മളങ്ങനെ കാണാറുള്ള ഒരു ടൈമല്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിത് 11:40 ഇന്ന് നേരത്തെ കിടക്കുക. നമ്മൾ 11:40 കിടക്കുക. 11:40 ഇപ്പം നമ്മൾ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് റെഡിയായി സെറ്റായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, പോവാം. ഗുഡ് മോർണിംഗ് സേ ഗുഡ് മോർണിംഗ്. എനിക്കതിനൊന്നും വയ്യ. രാവിലെ തന്നെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നല്ലെന്നാണ് അവളുടെ മുഖത്ത്. ഗൈസ്, നമ്മൾ എണീറ്റ് ഒരു മണിക്ക് നേരത്തെ ആയിപ്പോയി. 5 ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു. ഉറങ്ങാൻ വീണ്ടും കുറേ സമയം എടുത്തായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒടുക്കത്തെ തുമ്മല, ഡസ്റ്റ് അലർജി അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് അലർജിയൊക്കെയാണ് ഉള്ളതെന്ന്. സോ ഗൈസ്, അപ്പം നമുക്ക് പെട്ടെന്ന് പോയി ഡ്രസ്സ് ചെയ്യാം. ആസ് യൂഷ്വൽ രാവിലെ തന്നെ നല്ല മഴയുണ്ട്. എനിക്കിഷ്ടമാണ് മഴ. ആ മഴയുടെ കളകളാരവമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാ. ഈ സമയത്ത് അധികം അങ്ങനെ അടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് സെറ്റാവട്ടെ പോയി ഗൈസ്. സോ ഇന്നോട്ട് ഞാനൊരു നല്ലൊരു ശീലം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അറിയാം ഞാനായിരിക്കും ഇത് ലോകത്തിലെ അവസാനം ശീലിക്കുന്നതാണ്. പക്ഷെ എനിക്ക് എന്തൊക്കെ ശരിയാക്കിയിട്ടും അല്ലെങ്കിൽ ഒരിക്കലും ശീലിക്കാത്തൊരു സാധനമാണ് ഈ എണീക്കുമ്പോൾ ഈ ബെഡ് വിരിച്ചിടുന്ന സംഭവം. ഞാൻ ബാക്കി എവിടെ പോയാലും ചെയ്യാറുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് ഇരിക്കുന്ന സ്ഥലത്തൊന്നും ഞാൻ ചെയ്യാറില്ല. എന്തായാലും നമുക്ക് ഇന്നോട്ട് അങ്ങനെ ഒരു നല്ലൊരു ശീലം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളും ചെയ്യണം കേട്ടോ, നല്ലതാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സ്ഥലം നമ്മൾ തന്നെ എണീക്കുമ്പോൾ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ വരുമ്പോൾ നല്ലൊരു ആശ്വാസമായിരിക്കും അല്ലേ. അമ്മേ, നിങ്ങളെ വിചാരിക്കുന്നത് ചിലപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നോ, കാര്യമായിട്ട് ഞാൻ ഇന്നോട്ട് നിങ്ങളിനി എൻ്റെ വ്ളോഗിൽ ക്ലീനായിട്ട് കിടക്കുന്ന എൻ്റെ ബെഡായിരിക്കും കാണുന്നത്. പല പ്രാവശ്യം ശരിയാക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. എന്തായാലും ഞാൻ പോയി ഒരുങ്ങട്ടെ. നീ കൺമണി, അതിനുള്ളിൽ നീ തേർമൊഴി, ഞാനൊരു ഗായകനാണ്. എന്ത് തണുപ്പ് രാവിലത്തെ വെള്ളം. ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി അവര് ഭയങ്കര പെട്ടെന്നെത്തി. ഷൂസ് പിന്നെ ഒരു ട്രൈപോഡ്. നമുക്ക് ട്രൈപോഡിൻ്റെ ആവശ്യം മിക്കവാറും മഴ, കാരണം മഴയാണെങ്കിൽ ഫോൺ വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണേ. അപ്പം അത് വേണം. നമുക്കൊരു എക്സ്ട്രാ പെയർ ഡ്രസ്സ് വേണം ഗൈസ്. ഞാൻ ഭയങ്കര സ്പീഡായിരിക്കും. സൂപ്പർമാൻ ആയിരിക്കും. നീ എന്തൊക്കെയാ? ഞാൻ പോണു ഗൈസ്. ഞാനിപ്പോൾ പോകുന്ന ഗൈസ് എൻ്റെ ട്രെയിനേഴ്സിൻ്റെ കൂടെയാണ്. എന്ന് പറയുന്നതിനെക്കാളും നല്ലത് ട്രെയിനേഴ്സ് അല്ല, ദേ ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ബഡീസ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് കുറച്ച് വോയിസ് ഓവർ ആയിരിക്കും നമ്മളെ വീഡിയോയിൽ കൂടുതൽ വരുന്നത്. കാരണം
എനിക്ക് അധികം അറിയാത്ത ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത്. സോ ചിലപ്പോൾ ഞാൻ കുറച്ച് ഷൈ ആയേക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഗൈസ് ഇറങ്ങട്ടെ. ഇവാ വീട് തലകുത്തനെ മറച്ചു വെക്കല്ലേ, ഇപ്പോൾ വരാം. ഇതൊരു 2 മണിക്കൂറിൻ്റെ പരിപാടി ഗൈസ്. കുറച്ച് പഴം എടുത്ത് മൂന്നായി തിന്ന് പോവാം. ഇതുണ്ടോ ഒരു ഹൊറർ മൂവി വൈബില്ലേ? അയ്യോ, ഈ സമയത്തൊക്കെ ഇവിടെ ഒരു മനുഷ്യൻ നീറ്റിട്ടില്ല. ഒരു മനുഷ്യൻ ഇതാരുടെ ഈ ലിഫ്റ്റിൽ ഈ സമയത്ത് പോയത്? ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഡോറും തുറന്നേ, വ്ളോഗാണ്. ഹായ് യെസ്, ഞാൻ ഡോർ തുറ. ഈറ്റ് ബനാന, ഈറ്റ് ബനാന, സ്റ്റേ ഹെൽത്തി. ഹലോ, ദിസ് ഈസ് എബിൻ ബ്രോ വിത്ത് പഴം. നമ്മളിപ്പോൾ എവിടെയാ പോകുന്നതെന്ന് ശ്രീജിത്ത് ബ്രോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പോകാൻ പോകുന്നത് കടമ്പക്കുടിയിലൊരു കയാക്കിംഗ്. അത് ഞാനും പറഞ്ഞാണ്, കടമ്പക്കുടിയിൽ കയാക്കിംഗ്. യെസ്, അതെ, ഇതാണ് കടമ്പക്കുടി. കയാക്കിംഗ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണേ. മുങ്ങോ? മഴയുണ്ട്. മെട്രോ വന്നിട്ടില്ല, പണി നടക്കുക. യെസ്, ഇതിട്ട കാര്യം മഴയും നനയത്തില്ല. വൈബല്ലേ, പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇത്രയും പേരുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിന്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കടത്ത് തോണിയത് കുറച്ച് ചേട്ടന്മാർ അക്കരയ്ക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചീനവലയുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ കൂടെ വരുന്ന തോണി. രാവിലെ തന്നെ നല്ല വൈബിലാണ് എല്ലാവരും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഡേ ഒരെണ്ണം കിട്ടി. കുറച്ച് ഉപയോഗിച്ച് പഴകിയതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും സെറ്റായി കയാക്കിങ്ങിന് വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തായാലും പോവാം. നമുക്ക് പോകാനുള്ള കയാക്കെല്ലാം ഇവിടെ പല നിറത്തിൽ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവസാനം ഞാൻ കയറി, ഇതിൽ കയാക്കിങ്ങിൽ കയറി. അത്രയും പേര് കയറാനുള്ള ആൾക്കാരാ. ഇതിന്റെ ബ്ലോക്കിൽ നിർത്തിയിരിക്കാണോ? ചേട്ടാ, ഇവിടെ എങ്ങനെ കിടിച്ചാ നിൽക്കുന്നത്? ഞാൻ ഫസ്റ്റ് ടൈം, എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ തുഴയണേന്ന്. അയ്യോ, ഇത് മറിയും. വലിച്ച് ഫുള്ള് റിസ്കി ഷോട്ടാണ്. ഫോണ് വെള്ളത്തിൽ പോയാൽ പോയി. സെറ്റാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ തുഴഞ്ഞ് പഠിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഞാൻ പോയി തുഴഞ്ഞിട്ട് വരാം. കുറേ പേര് ഇവിടെ കയാക്കിങ് വരും കേട്ടോ. ഇത് കടമ്പക്കുടിയിലെ ഒരു സ്പോട്ടാണിത്. എന്തായാലും ഞാൻ പറഞ്ഞ കേൾക്കാൻ പറഞ്ഞത്, ചിലപ്പോൾ ഈ ഫോണിൽ മൈക്ക് ചിലപ്പോൾ വർക്കാവാറില്ല. ഇത് വീഡിയോ എടുക്കാൻ മാത്രം ആളില്ല എന്നുള്ളതേ ഉള്ളൂ. കുറച്ചൊരു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ ഇച്ചിരി കൂടി, ഇച്ചിരി സീനായി, കുറച്ച് അലയൊക്കെ അടിക്കാൻ തുടങ്ങി. പക്ഷെ കുഴപ്പമില്ല, അതിൻ്റെ ഇടയ്ക്കും നമ്മൾ എൻജോയ്മെൻറ്റിലായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ആണെങ്കിൽ കൂടി എന്താ പറയുക, കുറേശ്ശെ ആദ്യം ബാലൻസ് ഇട്ട് ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഞാനതങ്ങ് അതിലങ്ങ് എക്സ്പേർട്ടായി. എക്സ്പേർട്ട്നെസ് ഫുള്ളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ. എന്തായാലും ഗൈസ്, ഈ ഒരു മോർണിംഗിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗിൽ തന്നെ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര വൈബാണ് ഈ ഒരു കയാക്കിങ്ങിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫാമിലീസും കുഞ്ഞു പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചായയും കൊണ്ട് നമ്മുടെ ബോട്ടെത്തിയായിരുന്നു. അങ്ങനെ അതിന് ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഡൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ കയാക്ക് മറിക്കൽ കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കയാക്കിങ്ങിൽ വീണവരാണ് നിൽക്കുന്നവരൊക്കെ. അപ്പോൾ അവിടെ കുറേ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കരയ്ക്കൊക്കെ കയറി. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എല്ലാവരും കയാക്ക് ബോട്ടൊക്കെ എടുത്ത് കരയിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്ര നേരം എൻ്റെ S24-ൻ്റെ സാങ്കേതിക പ്രശ്നം കാരണം മൈക്കൊന്നും വർക്കാവുന്നില്ലായിരുന്നു. ഇപ്പം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ കോച്ച് ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇനി എന്തെങ്കിലും പോയി കഴിക്കട്ടെ ഗൈസ്. പള്ളി കയറി കുർബാന ചൊല്ലിയിട്ട് പോവാം. നല്ലൊരു പള്ളി കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ പോകും, MG റോഡ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. എത്ര ആത്മാർത്ഥയുള്ള കോച്ചാണ് കണ്ടാ. ഈ തിരക്കിനിടയിലും ആ ഒരു തീറ്റി എടുക്കാൻ കളിക്കുന്ന മനസ്സുണ്ടല്ലോ. ഗൈസ്, വി റീച്ച്ഡ്
എന്തിൻ്റെ പേര്, ടൈം സ്ക്വയർ ഹോട്ടൽ. ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇതെന്താ സംഭവം? ഇത് കാശിട്ട് കൊടുത്താൽ ഇതില് ഗൈസ് മറ്റേ മെഷീൻ ക്ലിക്കർ ടു അക്സസ് മാനേജ്. എടേ ഗൈസ് ഇത് കണ്ടാ സെറ്റപ്പ് സാധനം കേട്ടാ. ഗൈസ് ഇവരാരൊക്കെയെന്ന് പറഞ്ഞുതരാം. ദിസ് ഈസ് അമ്മു ചേച്ചി ആൻഡ് ദിസ് ഈസ് നമ്മുടെ ജിമ്മിലെ ട്രെയിനറാണ്, പ്ലസ് ഓണർ കൂടിയാണ്. പിന്നെ മറ്റേത് എൻ്റെ കോച്ചാണ്. ആൻഡ് ദാറ്റ് ഈസ് റാമിസ്, പേര് പറഞ്ഞു. ദിസ് ഈസ് അൽ എബിൻ ബ്രോ, നമ്മുടെ കോച്ചാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അയ്യോ മിക്കവാറും ഗൈസ് നാളെ പനിയടിക്കും. നാളെ മറ്റന്നാളെ ചിലപ്പോൾ ജലദോഷമോ പനിയോ എന്തെങ്കിലും വരും കൺഫേമാണ്. കാരണം അതുപോലെ മഴ നനഞ്ഞിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, അത്രയും എന്താ പറയുക അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ ഇതുവരെയും കയാക്കിങ്ങോ സംഭവങ്ങളോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഞാൻ വിചാരിച്ച എൻ്റെ ബാലൻസ് ഒക്കെ പോകുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അത് നമ്മളൊരു 5 മിനിറ്റ് അതിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ബാലൻസ് ഒക്കെ ആവും, നോർമലാവും. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ കുറേ സ്പോട്ട് ഉണ്ട് എറണാകുളത്ത് കയാക്കിങ് സംഭവങ്ങളൊക്കെ ഉള്ളവർ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി പരിപാടിയാണ്. നല്ലൊരു മോർണിംഗ്, വെൽ സ്പെൻഡഡ് മോർണിംഗ് ആക്കി മാറ്റിയ ബോക്സ് പേണിന് പ്രത്യേക ഷൗട്ട് ഔട്ട്. ഒന്ന് കിടന്ന് ഉറങ്ങണം, എൻ്റെ ഉറക്കം ശരിയായിട്ടില്ല ഗൈസ്. ഇപ്പോൾ ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ഉച്ചക്കത്തെ മീലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. അതിന് മുന്നേ എൻ്റെ ഇവയ്ക്ക് ഫുഡ് കൊടുക്കണം. ഇവൂസ് എവിടെ? ഇവൂസ് ഫുഡ് കഴിക്കാടി. ഓക്കെ ഫുഡ് തരാം പ്രശ്നം ഉണ്ടാക്കല്ലേ. ഗൈസ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളൊരു പുതിയ ആളെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ വാഷിംഗ് മെഷീൻ എടുത്തു. നമ്മുടെ ജോലി സുഗമമായി നടക്കാൻ വേണ്ടി, നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുത്തു, ഹയറിൻ്റെ. ഞാൻ അതിനുശേഷം വ്ളോഗ് ചെയ്തില്ല, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. അടിയാണോ അടി തരട്ടെ, കമ്പിങ് എടുക്കട്ടെ. സിറ്റ്. ഗുഡ് ഗേൾ. ആരാ പറഞ്ഞ ഇവ ഗുഡ് ഗേൾ അല്ലെന്ന്? ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉറങ്ങിപ്പോയി. ഒട്ടും വയ്യായിരുന്നതേ, നല്ല രീതിയിൽ ടയേർഡായി ഗൈസ്. ഇന്നലെ ചുമയും പിന്നെ ക്ഷീണവും എന്തൊക്കെ സീനായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ വന്നതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കഴിക്കുന്ന ലൈക്ക് മീല് പ്രിപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അതിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും പറ്റിയില്ല. സോ ഞാൻ വിചാരിച്ചു രാവിലെ തൊട്ട് തന്നെ ഇന്ന് നമ്മൾ വാട്ട ഈറ്റിൻ്റെ ഇടയിൽ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ എന്താ കഴിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവം വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ലൈക്ക് ഡയറ്റിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തൊക്കെ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്, എത്ര ക്വാണ്ടിറ്റി ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ ഈ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട്ട് കാണുക. പിന്നെ ഗൈസ് ഇപ്പോൾ ബൾക്കിംഗ് പീരീഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 4 നേരം ഫുഡ് ഉണ്ട്. കഴിഞ്ഞ വീക്ക് വരെ ഞാൻ എണീറ്റുകൊണ്ടിരുന്ന ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 12 മണിക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 11:30 ആയിരിക്കും എണീക്കുന്നത്. സോ ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് സൈക്കിളൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഇപ്പോൾ പ്രോപ്പറായിട്ട് ഒരു മാക്സിമം ഒരു 12-1 മണിക്കൊക്കെ ഉറങ്ങാനാണ് ഇപ്പം നോക്കുന്നത്. ഇപ്പോൾ നേരത്തെ എണീക്കാമല്ലോ. സോ ഞാൻ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു 9-10-9:30 എണീറ്റ്. പക്ഷെ എൻ്റെ കിച്ചൺ ഇവിടെയൊക്കെ കുറച്ച് അലമ്പായി കിടന്നുകൊണ്ട് ക്ലീനൊക്കെ ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു. അറിയാമല്ലോ, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്ലീൻ ആയിട്ട് കിടക്കണ്ടേ. അപ്പോൾ എന്തായാലും ഗേസ് നമുക്ക് പോയിട്ട് നമ്മളെ രാവിലത്തെ മീല് സെറ്റാക്കാം. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ ഗേസ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കാതിരിക്കുമായിരുന്നു. നമുക്കപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡ് പോയി സെറ്റാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് ആക്ച്വലി കാണിച്ചു തരാം. ഇറ്റ്സ് ബൾക്കിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് വരുന്നത്. ലൈക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 50 ഗ്രാം ഓട്സും ആപ്പിളും 50 ഗ്രാമും ആൽമണ്ടും വെയ്യും ഗ്രീക്ക് യോഗട്ടും. അതുപോലെ തന്നെ ഉച്ചയ്ക്കും പിന്നെ വൈകിട്ട് നമുക്ക് റൈസ് ഉണ്ട്. ഡിന്നറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. സത്യം പറഞ്ഞാൽ ഗൈസ് ഈ ഒരു ഡയറ്റ് പീരീഡിൽ നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാധനം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് നമ്മൾ നോക്കാണ്ട് വരും. നമുക്ക് എങ്ങനെയെങ്കിലും അത് കഴിച്ചാൽ മതി എന്നുള്ള ഇത് വരും. പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് ഞാൻ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് തന്നിട്ടുള്ള അല്ലാണ്ട് ബാക്കി 3 മീലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ രീതിയിലാണ് കഴിക്കുന്നത്. ഞാൻ കുറെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മീൻസ് ഭയങ്കര ബുദ്ധിമുട്ട് ഡയറ്റ് ഫുഡ് കഴിക്കുന്നത്. സോ ചിലപ്പോൾ ഇനി അങ്ങോട്ട് മിക്കവാറും കട്ടിങ് ആണ്. നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേക്കും കട്ടിങ് ആയിരിക്കും. നെക്സ്റ്റോ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് മന്ത് ആയിരിക്കും കട്ടിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വെറുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടാം. ഓക്കെ.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ്. അതായത് ഇത് 100 ഗ്രാം ഗ്രീക്ക് യോഗട്ടാണ്, അതുപോലെ തന്നെ 30 ഗ്രാം ആൽമണ്ടും പിന്നെ 150 ഗ്രാം ആപ്പിളുമാണ്. ഇത് ഒരു ഓൾമോസ്റ്റ് നമുക്ക് വേ ചെയ്ത് നോക്കാം. ഒരു 162 ഉണ്ട്, കണ്ടോ? ഇത് നമ്മൾ എന്താ പറയുക, ഇത് കട്ട് ചെയ്ത് അകത്തുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് 150 ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. ഞാൻ ഒരു ആപ്പിൾ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഓട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഡോക്ടർ ചോയ്സിൻ്റെ ഈ ഒരു പ്രോട്ടീൻ ഓട്സ് ആണ് എടുക്കുന്നത്. കാരണം ബൾക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്നേഹയാണ് എനിക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്, ഡോക്ടർ ചോയ്സിൻ്റെ പ്രോട്ടീൻ ഓട്സ്. അപ്പോൾ ഗൈസ്, ഇതിൽ നിന്ന് 50 ഗ്രാം ഓട്സ് അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കട്ടിങ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മാറ്റിയിട്ട് നോർമൽ ഓട്സിലോട്ട് തന്നെ പോകും. പിന്നെ ഇത് കൂടാതെ ഇനി വേ കൂടി ഉണ്ട്. രാവിലെ നമ്മൾ വെയിറ്റ് കാണിച്ചു തരാം. നമ്മൾ വേ യൂസ് ചെയ്യുന്ന ഇതാണ് മസിൽ ബ്ലേസിൻ്റെ വേ ആണ് നമ്മൾ എടുത്തേക്കണത്. ഇതങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയായിരിക്കും ഗൈസ് മസിൽ ബ്ലേസിന്റെ. കാരണം ഓൾമോസ്റ്റ് ക്രിയേറ്റേഴ്സിന്റെ കയ്യിലും എല്ലായിടത്തും ഇത് കണ്ടുണ്ട്. പ്രൊമോഷണലി അവർക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ബ്രാൻഡാണ് എന്നുള്ള രീതിയിൽ എടുത്താ. കുഴപ്പമില്ലാത്ത റിസൾട്ട് കൊണ്ട് വലിയ അങ്ങനെ നോർമൽ സാധനം കൊള്ളാം, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞാനിത് ഒരു സ്മൂത്തി പോലെ ഉണ്ടാക്കിയ കഴിക്കുന്നത്. അതൊക്കെ ഒന്ന് സെറ്റാക്കാം. കൈ ഉണ്ടാക്കിയാൽ മുറിക്കുന്ന ആപ്പിൾ എല്ലാ ദിവസവും. കുറച്ച് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിൽ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. നമ്മൾ ജാറ് ഫുൾ എടുക്കത്തില്ല ഗൈസ്. നമ്മൾ ഇത്രയും ഇപ്പം പകുതി എടുത്തില്ലേ, ബാക്കി സാധനം നിൽക്കണ്ടേ. നമ്മൾ ഇത്ര എടുത്തിട്ട് ഇത് നമ്മൾ കഴിക്കും. ഇത് ന്യൂസിലാൻഡ് ആപ്പിളാണ് ഗൈസ് എന്നാണ് പറയുന്നത്. ആയിരിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് വെയിങ് മെഷീൻ എടുക്കാം. വെയിങ് മെഷീനിൽ നമുക്ക് എടുത്തിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് 30 ഗ്രാം ആൽമണ്ട് എടുക്കാം. 30 ഗ്രാം തന്നെയല്ലേ? 30 കറക്റ്റ്. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം വേ ചെയ്ത് എടുക്കാൻ നോക്കണം ഗൈസ്. ഞാനും ആദ്യം വിചാരിച്ച ഒരു കണക്കൂട്ടലുകളിലൊക്കെ അങ്ങ് ഇട്ടാൽ മതിയെന്ന്. പക്ഷെ എൻ്റെ കോച്ചെന്നെ വെള്ളക്കി വിളിച്ച് കുക്ക് ചെയ്യുന്നതിന് മുന്നേ മെഷർ ചെയ്ത് പ്രോപ്പറായിട്ടാണ് കഴിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 100 ഗ്രാം ഗ്രീക്ക് യോഗട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിൽ വെച്ചൊന്ന് അടിച്ചതിന് ശേഷമായിരിക്കും ബാക്കി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം കൂടി ഇതിൽ ബ്ലെൻഡറിൽ നിറഞ്ഞു പോകും ജാറിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും സ്പേസ് കിട്ടി, കണ്ടോ? ഏതായിരിക്കും? ഷാംസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഇനി ആഡ് ചെയ്യാനുള്ളത് ഓട്സും പിന്നെ വേയും. അത് രണ്ടും കൂടി ആഡ് ചെയ്യാനുള്ളൂ. നല്ല സ്പേസ് ഉണ്ട്. ലെറ്റ്സ് ആഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഇനി ഒരു 50 ഗ്രാം ഓട്സ് കൂടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ ചോയ്സിൻ്റെ ഇത് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ ഗൈസ്, കാര്യമായിട്ട് പറഞ്ഞത്. ലൈക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയാണിത്. സത്യം പറഞ്ഞാൽ ഈ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മടിയുള്ളവർക്കൊക്കെ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ഡയറ്റിൽ അങ്ങ് ആയിക്കോളും. ഇതൊക്കെ മേടിച്ചിട്ട് തുടങ്ങി. പക്ഷേ ഇതിന് അത്യാവശ്യം പ്രൈസൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്കൊരു അത്യാവശ്യം ഷുഗർ കണ്ടൻ്റ് ആണെങ്കിൽ ഒരു ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഇത് കഴിച്ചാൽ അങ്ങ് കുറയും. 44. ഓക്കെ, 55. കുഴപ്പമില്ല, ബാക്കി ഞാൻ ഓടിക്കോളാം. ഇനി നമ്മുടെ 1 സ്കൂപ്പ് വേ കൂടിയുണ്ട്. ഇത് കണ്ടിട്ടെങ്കിൽ മസിൽ പ്ലേസ് എനിക്ക് പ്രൊമോഷൻ എനിക്ക് കൊളാബ് വരണം. മസിൽ പ്ലേസ് കാണുന്നുണ്ടെങ്കിൽ ഡു കൊളാബ് മീ. ഓക്കെ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ 1 സ്കൂപ്പ് വേ കൂടി ആഡ് ചെയ്താൽ മതി. സെറ്റായി, നമ്മുടെ രാവിലത്തെ മീൽ സെറ്റായി. ലെറ്റ്സ് മിക്സ് ഇറ്റ്. ഒരു പൊടിക്കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഫുള്ള്. ഇനി നമുക്ക് സമാധാനമായിട്ട് പീസായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാം. ഓൾവേസ് മൈ ഗെയിമിംഗ് റൂം ഈസ് മൈ സമാധാനം സ്പേസ്. സോ ഗുഡ്, സോ ഗുഡ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ലൈക്ക് എന്ത് ഡയറ്റാ പറഞ്ഞുതരാമെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ലൈവിലായാലും അതുപോലെ കമൻറ്റിലായാലും ചിലപ്പോൾ മെസ്സേജൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ഡയറ്റാണ് എടുത്തത്, ആ ഡയറ്റ് പറഞ്ഞു തരാമെന്നൊക്കെ. ഡയറ്റ് പറഞ്ഞു കൊടുക്കേണ്ടവരപ്പോൾ ഡയറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നമല്ല, ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കോച്ചിനെ അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ പോയി കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എല്ലാ ഡയറ്റും അല്ലെങ്കിൽ എല്ലാവർക്കും മാച്ച് ചെയ്യാൻ വരത്തില്ല. ഇപ്പോൾ എൻ്റെ ഡയറ്റ് തന്നെ എനിക്ക് 2-3 പ്രാവശ്യം മാറ്റി തന്നു നോക്കിയപ്പോഴത്തേക്ക് റിസൾട്ട് കാണുന്നതനുസരിച്ചിട്ടാണ് എൻ്റെ കോച്ച് മാറ്റി തന്നുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണ് എനിക്ക് സെറ്റായത്. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസിനും ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരെ പകുതിയിലും ഇതിലായിരുന്നു ഞാൻ വെയിറ്റ് ലോസിങ് പീരീഡിൽ ഡയറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അതാണ് കാര്യം മെയിനായിട്ട്. നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോച്ചിനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഇതാണ്. എന്നിട്ട് അപ്പോൾ അവർ പ്രോപ്പറായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യും. നിങ്ങൾക്ക് അല്ലെങ്കിൽ റിസൾട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഫുഡ് റിസൾട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ തോന്നുമ്പോഴത്തേക്ക് അതിലൊക്കെ ഫുഡ് ഐറ്റംസ് മാറ്റി തരും. അങ്ങനെ നിങ്ങൾ ഓർഡറിൽ കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായില്ല? അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കുക. പിന്നെ ചിലർക്കും അങ്ങനെ പാടായിരിക്കും. ഇപ്പം എനിക്ക് ഡയറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് ഞാൻ ശ്രീജിത്ത് ബ്രോ, അതായത് എൻ്റെ കോച്ച്, ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചായിരുന്നു ഇതുപോലെ ബ്രോ എനിക്ക് ഡയറ്റ് തരാമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു തുടങ്ങിയത് പുള്ളിയെടുത്ത്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഡയറ്റ് എടുത്ത് തുടങ്ങേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഞാൻ ആ സമയം തൊട്ടേ ഷുഗർ കട്ട് ചെയ്തു. കാരണം എനിക്കറിയാമായിരുന്നു നമ്മളത് കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്കൊരു സമയത്ത് പെട്ടെന്ന് നമ്മൾ ഫോഴ്സ്ഫുള്ളി കട്ട് ചെയ്യണേക്കാട്ടി നല്ലത് നമ്മൾ തന്നെ മനസ്സിലാക്കി ഓക്കെ കട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ളി ഷുഗർ കട്ട് ചെയ്ത് അതിനുശേഷം ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത്. ഈ ഷുഗർ സത്യം പറഞ്ഞ ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം ഞാൻ അത്യാവശ്യം ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഡയറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് പോകെ എനിക്ക് ചെറിയ റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തന്നെ വിചാരിച്ച് ലൈക്ക് എന്താ പറയുക ഡയറ്റ് അല്ലെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോകുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ. ലൈക്ക് എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസിൽ കുറേ ചേഞ്ചസ് വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര കവിളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ തുടങ്ങിയപ്പോഴത്തേക്കും ഓക്കെ കൊള്ളാം, ലൈക്ക് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഡയറ്റ് ഇപ്പോൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഒരു മീൽ ഒഴിച്ച്, അതായത് എൻ്റെ ഈവനിങ് മീൽ എന്ന് പറയുന്ന ഗൈസ് 100 ഗ്രാം റൈസും ബിഫോർ കുക്കിംഗ് ആണേ 100 ഗ്രാം റൈസും അതുപോലെ തന്നെ 8 എഗ് വെയിറ്റും പിന്നെ കുക്കുംബറും. അതാണ് എനിക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നിയത്. ബാക്കി എനിക്ക് കറണ്ട് ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് കുഴപ്പമില്ല ബാക്കി ഫുഡൊക്കെ കഴിക്കാൻ. അങ്ങനെ നന്നായിട്ട് പോകുന്നു അങ്ങനെ ഡയറ്റ്. ഇനി ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയും കഴിച്ചാൽ മതി എന്നുള്ള സെറ്റപ്പിൽ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം എന്തായാലും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ജിമ്മിലൊക്കെ പോയി സെറ്റാവാൻ നിൽക്കുന്നവരായിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി അങ്ങോട്ട് എടുക്ക്. ഡയറ്റ് ഒന്നുമില്ല, ഡയറ്റ് മസ്റ്റാണ്. ഡയറ്റ് ഇല്ലാണ്ടൊരു കളി നടക്കൂല. എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഡയറ്റ് എടുക്കാണ്ട് ഒരു പരിപാടി നടക്കൂല. ഡയറ്റ് മെയിനാണ്. നമ്മൾ ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഡയറ്റ് മെയിനാണ് അതിൽ. ഓക്കെ ബൈ, ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം ആകെയാ നമ്മുടെ അടുത്ത മീലിൽ സെറ്റാക്കാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഗൈസ് 100 ഗ്രാം റൈസ്, 100 ഗ്രാം കുക്ക് ചെയ്യുന്നതിന് മുന്നേ 100 ഗ്രാം ആണ്. പിന്നെ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് 250യും ബ്രോക്കോളിയാണ് നമുക്ക് ഉച്ചയ്ക്ക് വരുന്നത്. നമ്മൾ പക്ഷേ ചോറ് നമ്മൾ 200 ഗ്രാം എടുക്കും. കാരണം നമുക്ക് വൈകിട്ടും ചോറാണ്, ഈവനിങ് സ്നാക്ക് ചോറാണ്. സ്നാക്കായിട്ട് നമ്മൾ കഴിക്കുന്നത് ചോറാണ് അല്ലേ? എന്താ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ബസുമതി റൈസ് എടുക്കാം. ബസുമതി റൈസ് എടുത്ത് കഴുകട്ടെ ഞാൻ. ബൂംബ, ലെറ്റ്സ് ഗോ. 100, 150, 180, 194,
204. എനിക്കൊരു ക്ഷീണമുള്ള പോലെ തോന്നുന്നുണ്ടോ? എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ മറ്റേ ഈ റീലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് എന്തെങ്കിലും പ്രോഗ്രസ് കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും വരാറുള്ള ഒരു പ്രത്യേകതരം പനിയുണ്ടല്ലോ. പനി, ജലദോഷം, തുമ്മൽ, അതൊക്കെയാണ്. ചൂട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ എടുത്തേക്കണ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഇത് ചിക്കൻ മസാല, ഇത് ഗരം മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് യോഗട്ടും നാരങ്ങയും. ഓക്കെ, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഇച്ചിരി ചിക്കൻ മസാല കൂടിപ്പോയതാണ് സംശയം. കുഴപ്പമില്ല. നുള്ള് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി 1.5 സ്പൂൺ ഗരം മസാല. ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഏതോ ഒരു വ്ളോഗിൽ, കഴിഞ്ഞ വ്ളോഗിൽ തന്നെയാണ്, കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് തൊട്ട് മുന്നേ ഉള്ള വ്ളോഗിൽ എന്തോ ഞാൻ കാണിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യോഗട്ട് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ യോഗട്ട് ഇട്ട് കൊടുത്താൽ സെറ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തീരാറായിട്ടാ. നമുക്കിതിനെ ഞെക്കിക്കൊല്ലേണ്ടി വരും. നാരങ്ങ 1 kg അല്ലെങ്കിൽ 1.5 kg എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. മോസ്റ്റ് സാറ്റിസ്ഫൈങ് തിങ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ എന്തുവാ, ഇപ്പോൾ ഡയറ്റിൻ്റെ ഒക്കെ ചിലർ ചോദിക്കാറുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ എന്ന്. ഞാൻ ഒരു ദിവസം ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാടേ. ഞാൻ പറ്റുമോയെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. രണ്ടാമത്തെ കാര്യം ഈ ലുലു അതുപോലെ സ്ഥലങ്ങളിലൊന്നും ക്യാമറ അലൗഡ് അല്ല. പിന്നെ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ ഏതെങ്കിലും ഗ്രോസറി ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും അതൊരു വ്ളോഗായിട്ട് ചെയ്യാം. ഭയങ്കര റേറ്റ് ഒന്നും ഭയങ്കര ഇതെന്ന് പറയും. നമ്മൾ നോർമൽ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ ഒരു 100-500 രൂപ കൂടും എന്നേ ഉള്ളൂ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മാസമാണ് അത് തോന്നിയത്. എനിക്ക് എൻ്റെ കട്ടിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനത്തെ സീൻ ഉണ്ടാവില്ല. നോർമൽ ഫുഡിൻ്റെ കാശ് തന്നെ ആവത്തുള്ളൂ ഡയറ്റിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഒരു സാധനം കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാം. അതായത് നമുക്ക് വൈകിട്ടത്തേക്കുള്ള 8 എഗ് വൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പുഴുങ്ങാനിട്ടിട്ട് നമുക്ക് ഇത് പുഴുങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഉച്ചക്കത്തെ മീലിനുള്ളത് നമുക്ക് റൈസും ചിക്കനും പിന്നെ ബ്രൊക്കോളിയാണ്. അപ്പോൾ ബ്രൊക്കോളി ഞാനിത് ഓൾറെഡി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ബ്രൊക്കോളി ഇപ്പോൾ ഇത് 100 ഗ്രാം നമുക്ക് വേ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ കൂടിയുള്ള ബ്രൊക്കോളി ഉള്ളൂ. ബ്രൊക്കോളി കഴിഞ്ഞു ഇവിടെ. എനിക്ക് ആദ്യം ഈ ബ്രൊക്കോളി എന്ന് പറഞ്ഞ ഈ സാധനം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനിത് കഴിക്കത്തില്ലായിരുന്നു. ഞാൻ കോച്ചിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ബ്രോ എനിക്കിത് മാറ്റിത്തരാമോ എന്ന്. പക്ഷേ പിന്നെ കഴിച്ച് ഞാനിത് കഴിച്ച് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടത്. ഇത് എന്താണെന്ന് അറിയത്തില്ല. എനിക്കിത് ആദ്യം ഇതൊരുമാതിരി മറ്റേ പച്ചയില തിന്നുന്ന പോലെ ഉള്ള ഒരു ഫീലായിരുന്നു. പിന്നെ കഴിച്ച് ഇഷ്ടപ്പെട്ട്. കൊള്ളാം. ഒടുക്കത്തെ വിലയാണ് കേട്ടോ. 1 കിലോയ്ക്ക് 500 എത്ര രൂപയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിവിടെ ആയിക്കോളും. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്താൽ കേസ്. കുറച്ച് ഇതിനെ ഒരു 3-4-5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. സെറ്റാണ്. ഇത് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇച്ചിരി. അത് സെറ്റായി. ഒരു സംഭവം കൂടി ഉണ്ട് കേസ്. ഇത് നമുക്ക് ഈവനിങ്ങിലത്തേക്കുള്ള കുക്കുംബറ 100 ഗ്രാം അല്ല, ഇത് കൂടുതലുണ്ട്. പക്ഷേ ഞാനിത് കട്ട് ചെയ്ത് ഈ കണ്ടെയ്നറിലാക്കി വെക്കും. അതാകുമ്പോഴത്തേക്കും എനിക്ക് ഈസിയാണ്. ക്ലങ്. പ്രൊഫഷണൽ. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമായിരിക്കും എനിക്ക് ഇതിലല്ലെങ്കിൽ വേറെ ഭാവി ഉണ്ടല്ലോ എന്നല്ലേ. വേറെ ചെയ്യേണ്ടി വന്നാൽ നമ്മ ചെയ്യും മച്ചാനെ. നമ്മ മൈൻഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അടച്ച് അങ്ങ് വെക്കാം. പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ സെറ്റായിട്ടുണ്ട്, ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് വെച്ചോട്ടെ ഒരു സെക്കൻഡ്. സെറ്റായിട്ടുണ്ട്. 165-60 മിനിറ്റ്. ഓക്കെ, സെറ്റ്. അമ്പലപ്പുഴ സെറ്റ്.
ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. നമ്മൾ കുറച്ച് ലേറ്റായി ഉച്ചക്കത്തെ കഴിക്കാൻ, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ. ഞാനൊന്നിട്ട് പറയാം. 100 ഗ്രാം ബ്രൊക്കോളി ആൻഡ് 250 ഗ്രാം ചിക്കൻ, 100 ഗ്രാം റൈസ്. എന്തോരം റൈസ് ഉണ്ടെന്ന് നോക്കിയേ. അയ്യോ, ഒരു പറ ചോറുണ്ട് എനിക്ക് കഴിക്കാം. ഒരു പറ ചോറ് നമുക്ക് സമാധാനമായിട്ട് പോയി കഴിക്കാം ഇനി. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ആഫ്റ്റർനൂൺ മീലും കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈവനിങ് സ്നാക്കും നൈറ്റിലെ ഫുഡും മാത്രമേ ഉള്ളൂ. രാവിലെ കഴിച്ചൊരു സ്മൂത്തിയാണ്. ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ 8 എഗ് വൈറ്റും ചോറും കുക്കുംബറുമാണ്. അപ്പോൾ നമ്മൾ എഗ്ഗ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ചോറ് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചതിൽ കൂടുതൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഫുഡ് ജസ്റ്റ് എടുത്ത് കഴിച്ചാൽ മതി. ഈ 4 മീലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നൈറ്റിലത്തെയാണ്. കാരണം നൈറ്റിൽ ബനാന ആഡ് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലായില്ലേ, കുറച്ച് മധുരം കിട്ടും. അപ്പോൾ നൈസാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കൂടി കാണിച്ചു തരാം. അപ്പോൾ എല്ലാം നമ്മൾ കാണിക്കുമല്ലോ. എന്താണ് ഞാനീ പറയുന്നത്? പുറത്ത് മഴയാണ് ഗൈസ്, വിഷയം മഴ. ഞായറാഴ്ച ദിവസം ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഞാൻ എപ്പോൾ ചോറ് കഴിക്കാൻ എടുത്താലും ചിക്കന് വേണ്ടിയിട്ട് ഒരാളിവിടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഉണ്ട് ആൾ. ഹലോ ഇവാ. ചിക്കന് വേണ്ടിയിട്ട് ആൾ പറന്നു വരും എവിടെയാണെങ്കിലും. കൊടുത്ത് എന്നിട്ട് കറങ്ങി നിൽക്കുക. എടി കൊള്ളി, എടി പെണ്ണേ ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും. ഹലോ, എല്ലാവർക്കും ഹായ്. ഗൈസ്, നമ്മുടെ ഈവനിങ് സ്നാക്ക് കഴിക്കാനുള്ള ടൈമായി. ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്കുള്ളത് ഞാൻ ഒന്ന് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഫുള്ള് ഗെയിം കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അതിരുന്ന് ഗ്രൈൻഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് കാണിക്കാത്ത. ഇന്ന് ഞാൻ ജിമ്മിൽ പോണ ദിവസം കൂടി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വർക്കൗട്ട് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നൈസ് ആയിരിക്കുമായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ജിമ്മില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വേറൊരു ദിവസം അത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഗ് വൈറ്റും പിന്നെ ചോറും കുക്കുംബറുമാണ് നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് വലിയ പാടൊന്നുമില്ല. നമുക്കിനി രാത്രിയത്തെ നമ്മുടെ സ്മൂത്തി മാത്രമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ഗൈസ്, പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക, കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. ജിമ്മിലെ വർക്കൗട്ട്സും കാര്യങ്ങളായാലും അതൊക്കെ കൊള്ളാം, നല്ലതാണ്, അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ കുറേ പേര് ഇട്ടായിരുന്നു. സോ ഞാൻ അത് മാക്സിമം കവറപ്പ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് കോണ്ടൻസ് വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. ഓക്കെ, ഞാൻ അതിനനുസരിച്ച് ചെയ്തോളാം. പിന്നെ ഇപ്പോൾ ഈ ഗ്യാപ്പ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ആദ്യം ഇവയുടെയൊക്കെ പുറത്ത് വന്നൊരു വ്ളോഗൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നപ്പോഴത്തേക്കും അവൾക്ക് പിന്നെ വയ്യാണ്ടായി. പിന്നെ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ നടക്കി. അപ്പോൾ അതും നല്ലൊരു കണ്ടന്റ് ആയിരിക്കും. പക്ഷെ അതും ഡ്രോപ്പായിരുന്നു. അത് രണ്ടും ഡ്രോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിലേ വന്നത്. സോ ഇത്രയും ഡിലേ വരത്തില്ല അങ്ങനെ ഇനി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും അത് സെറ്റാക്കാം, ഫുഡ് സെറ്റാക്കാം. ഓക്കെ, ഈ ഫുള്ളി ഇങ്ങനെ ക്ലീനായിട്ട് മുട്ട കിട്ടുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സമാധാനമാണ്, എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് അറിയാമോ ഗൈസ്. പത്തിമൂന്ന് 68 81 100 101 കറക്റ്റ്. എന്തുവാ? നിനക്കില്ല തരത്തില്ല. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ സ്നാക്കല്ലേ സത്യം പറഞ്ഞാൽ. ഞാനിതൊരു 7 മണി 7:30 8 മണിൻ്റെ ഇടയ്ക്കാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് പോയി കഴിക്കട്ടെ. പക്ഷേ അതെന്തായാലും ഇപ്പോൾ കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ ലാസ്റ്റത്തെ മീലോടി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാണിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പോരാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയത്തെ നമ്മുടെ സ്മൂത്തിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള നമുക്ക് ഡയറ്റിലുള്ള 2 ബനാന,
പിന്നെ 40 ഗ്രാം ആൽമണ്ട്, 50 ഗ്രാം ഓട്സ്, വേ. ഇത്രേ ഉള്ളൂ. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിനൊരു സ്മൂത്തി പോലെ അടിച്ച് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാത്രി എടുത്ത് കുടിക്കും. നല്ല തണുപ്പാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അന്യായ ടേസ്റ്റാണ് ഗൈസ്. ബൾക്കിംഗ് സീരീസിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണിത്. ഇവിടെ ഇരിക്കട്ടെ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാട്ട് ഐ ഈറ്റ് ഡേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫുഡ് റൊട്ടീൻ ഒരു ദിവസത്തെ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ ബൾക്കിങ്ങിൻ്റെ ആണ്. സോ നിങ്ങൾ ഇതൊക്കെ കണ്ട് ആരെങ്കിലൊക്കെ മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ജിമ്മിൽ കണ്ടപ്പോഴത്തേക്കും ജിമ്മിലെ വർക്കൗട്ട്സും എല്ലാം കിട്ടപ്പോഴത്തേക്കും കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മോട്ടിവേഷനായി ജിമ്മിൽ പോകുന്നതാണ് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഒരു മോട്ടിവേഷനായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഡയറ്റൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കണ്ടിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഗൈസ്. എല്ലാവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. അഫോർഡ് ചെയ്യാനൊക്കെ പറ്റും. സോ സിമ്പിൾ. പിന്നെ എന്താ പറയുക, ഇത്രയും ഒരു ഫുഡ് റൊട്ടീൻ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനും ഫുഡിങ്ങിൽ ഇല്ലാത്ത എനിക്ക് ഇത്രയും ആവാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയാകാൻ പറ്റും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് 100K അടിക്കണം ഉടനെ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ, ടാറ്റ, ബ്ലുപ്പ്.